ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് കുറേ നാളായിട്ട് ഓൺലൈനിലൊന്നും വരാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. ഓൾറെഡി വണ്ടിയുടെ കാര്യം, അങ്ങനെ ഓരോരോ ഇഷ്യൂസ്, ഫണ്ട് തയ്യാറാക്കാനുണ്ടായി, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയി ആ വഴി പോയി. കാരണം നമ്മുടെ മുൻ ഗതാഗത മന്ത്രി നല്ല എട്ടിൻ്റെ പണിയാണ് തന്നത്. അതുമൂലം അങ്ങേരുടെ ജോലിയും പോയി, അങ്ങേര് വീട്ടിൽ പോയി, എൻ്റെ കാശും വെറുതെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. അതിന് ക്ഷേമനിധി ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു കഴിയൂ. അതിനു വേണ്ടിയുള്ള ഓരോരോ എന്താ പറയുക ഓട്ടത്തിലായിരുന്നു. ഓൾറെഡി വണ്ടികൾക്കെല്ലാം പൊതുവെ ഓട്ടം കുറവാണ്. ഞാൻ ആ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി വെട്ടിപ്പിടുത്തം ആയിരുന്നു. അതൊക്കെ മൂലം 2-3 പ്രാവശ്യം BP ലോയായി. എന്നാലും അതിൻ്റെയൊക്കെ പിറകെ ഇങ്ങനെ ആയിരുന്നു ഫുൾ ടൈം. അതിൻ്റെ തിരക്ക് കാരണം ഇതൊന്നും നോക്കാനുള്ള സമയം ഒന്നും ഉണ്ടായില്ല. ഏതൊരു ഓട്ടോ ഓടിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കണേക്കാളും വളരെ സ്ട്രെച്ച് എടുത്താണ് എല്ലാവരും ഫണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. എനിക്ക് 9 രൂപയായിരുന്നു ക്ഷേമനിധി ഫുൾ അടയ്ക്കേണ്ട എമൗണ്ട്. അതിൽ ടാക്സും ഇൻട്രസ്റ്റും എല്ലാം കൂട്ടി 14 ചില്ലറേ. പിന്നെ ടാക്സ് അടച്ചതിന് 3000 വേറെ. അങ്ങനെ മൊത്തം ഇപ്പോൾ 17 രൂപയുടെ അടുത്ത് കൊടുത്തു. ആ ടൈമിലാണ് ഇപ്പോൾ പുതിയ നിയമം വന്നത്. അതായത് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഏത് മാസത്തെ ക്ഷേമനിധിയാണോ ഇല്ലാത്തത്, ആ ക്ഷേമനിധി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടാക്സ് അടയ്ക്കാമെന്നൊക്കെ ഉള്ള ഇത് കൊണ്ടുവന്നു. ഏത് മാസമല്ല, ഏത് വർഷം. അതിപ്പോൾ ഇന്നാളൊരു ചേട്ടനെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, പുള്ളിക്കിപ്പോൾ ഒരു 3000 രൂപയെങ്കിലും അടയ്ക്കേണ്ടി വരും അതിന്. ഇനിയിപ്പോൾ അതൊന്നും അടയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അടയ്ക്കാണ്ടിരിക്കാൻ ഒരു നിർവാഹം ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനത് അടച്ചത്. അതുപോലെ 8ൻ്റെ പണി തന്നിട്ടാണ് പുള്ളി പോയത്. പുള്ളി സിനിമയിലായിരുന്ന ടൈമിലൊക്കെ കുറച്ചെങ്കിലും മതിപ്പ് എല്ലാവർക്കും ഉണ്ടായതാണ്. സിനിമ ഫീൽഡൊക്കെ വിട്ട് പുള്ളി മന്ത്രി സ്ഥാനം ഏറ്റു കഴിഞ്ഞപ്പോൾ ആ ലൈസൻസിൻ്റെ കാര്യം, നമ്മുടെ KSRTC പഴയ വണ്ടികളൊക്കെ പൊളിച്ച് പുതിയ വണ്ടിയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയും മതിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പുള്ളി മന്ത്രിസഭയിൽ പോയി നാണം കെട്ട് ഇറങ്ങി വന്ന് ആ പക മൊത്തം തീർത്തുകൊണ്ടിരുന്നത് പാവപ്പെട്ട ജനങ്ങളെയാണ്. അതിൽ ഉള്ള കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രാക്കേറ്റാണ് പുള്ളിയുടെ ഈ തവണത്തെ മന്ത്രിസ്ഥാനം തന്നെ പോയത്. ഇനി പുള്ളിയുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമെന്ന് പോലും അറിയാൻ പാടില്ല. കാരണം അത്രയ്ക്കും പുള്ളീനെ വെറുത്തുപോയി എല്ലാ ആളുകളും മീൻസ് എല്ലാ വണ്ടിക്കാരും. മോഡിഫിക്കേഷൻ പാടില്ല, മോഡിഫിക്കേഷൻ വേണ്ട, അത് സമ്മതിച്ചു. അതുപോലെ ലൈറ്റുകൾ പാടില്ല. എൻ്റെ വണ്ടിക്ക് തന്നെ 3-4 പ്രാവശ്യം കണ്ട് ഫൈൻ വന്നു, ഫ്രണ്ടിലായ ഒരു ലൈറ്റ് വെച്ചതിന്. അത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഓട്ടോകൾക്ക് മിന്നാമിന്നി വെട്ടമാണ് ഈ കമ്പനി കൊടുക്കുന്നത്. അർജൻറ്റായിട്ടൊരു ഓട്ടം രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ ഒട്ടും പറ്റില്ല ഈ വണ്ടിയുടെ വെട്ടത്ത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ ആ ഒരു ലൈറ്റ് വെച്ചേക്കണത്. അതിനാണ് എനിക്ക് 3-4 തവണ കണ്ട് ഫൈൻ വന്നത്. ചോദിക്കുമ്പോൾ പറയും അതൊക്കെ വണ്ടിക്ക് മോഡിഫിക്കേഷനാണെന്നൊക്കെ ആയിരുന്നു ഫൈനൊക്കെ അടപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ല, രാത്രി ഓടിക്കാൻ പറ്റില്ലെങ്കിൽ വണ്ടി ഓടിക്കേണ്ട, വീട്ടിൽ ഇട്ടാൽ മതിയെന്നാണ് ചോദിച്ച പോലീസുകാരുടെ അഭിപ്രായം. അതൊക്കെ അംഗീകരിച്ചു. പെറ്റി അടയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ അടയ്ക്കുകയും ചെയ്തു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പുതിയ വണ്ടി ഇറക്കുന്നുണ്ട്, അതിലും വെട്ടം കുറവാണെന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ എടുത്ത ഒരു ചേട്ടൻ പറഞ്ഞത്. പുള്ളിക്കും രാത്രി ഓടിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ് പുള്ളി ഒരു 7 മണി അല്ലെങ്കിൽ 8 മണി ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. എനിക്കൊക്കെ ഓട്ടം വന്നത് 7 മണിക്കൊക്കെ ശേഷമാണ് കൂടുതലും വന്നത്. പിന്നെ ഈ അർജൻറ്റായിട്ട് ഹോസ്പിറ്റൽ കേസാണ് വരാറ്. ആ വരുന്ന ടൈമിൽ വണ്ടിക്ക് വെട്ടമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാകാൻ പറ്റില്ല. അതുകൊണ്ട് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ആ ലൈറ്റ് ഞാൻ മാറ്റാൻ പോയില്ല, ഫ്രണ്ടിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എങ്ങനെ പോലും ഫൈൻ അടയ്ക്കേണ്ടി വരും. നമുക്ക് ലൈറ്റില്ലാന്നും പറഞ്ഞ് വല്ലവരുടെയും ചങ്കത്തേക്ക് കൊണ്ട് കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ മതിലിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് വെച്ചേക്കണത്. പിന്നെ നമ്മുടെ ഗതാഗത മന്ത്രി, അത് ആര് തന്നെയായാലും റോഡ് നന്നാക്കാണ്ട് ഈ ടാക്സ് മേടിക്കണ എന്തർത്ഥത്തിലാണ്? ഞങ്ങളുടെ ഏരിയയിൽ കൂടെയുള്ള റോഡിൽ കൂടെ
വണ്ടി ഓടിച്ചിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആവാത്തൊരു ദിവസങ്ങൾ പോലുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച വണ്ടി ഓടി, തിങ്കളാഴ്ച വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു, 4000 രൂപ അവിടെ പോയി. പിന്നെ ചൊവ്വാഴ്ച പിന്നെ വണ്ടി കംപ്ലൈൻ്റായി, അവിടെ 200 രൂപയെ പോയുള്ളൂ ഇലക്ട്രീഷ്യൻ്റെ വർക്ക്. പിന്നെ ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നു. മറ്റേ ഞങ്ങളുടെ റോഡ് ഇപ്പോൾ റോഡാണോ അതോ കുളമാണോ എന്ന് അറിയണമെങ്കിൽ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മഴക്കാലം ആണെന്നൊക്കെ പറഞ്ഞല്ലോ, മഴ പെയ്ത സമയത്ത് കുഴി ഇരുന്നിട്ട് വണ്ടി മുങ്ങി സൈലൻസർ വരെയാണ് വെള്ളം കയറിയത്. അതിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. ഇതിപ്പോൾ ഇന്നും വണ്ടി കംപ്ലൈൻറ്റാണ്. വണ്ടി വീട്ടിലിട്ടേക്കാണ് കംപ്ലൈൻ്റായിട്ട്. ഇതുപോലെയൊക്കെ കംപ്ലൈൻ്റായി ഒക്കെ വണ്ടി നന്നാക്കി എടുക്കാൻ ഫണ്ട് ഞങ്ങൾ ഒപ്പിക്കണം. അതുകൂടാണ്ട് ടാക്സ് അടയ്ക്കാനുള്ള എമൗണ്ട് ഒപ്പിക്കണം. ഈ ടാക്സ് അടയ്ക്കുന്നതിന് വല്ല ഉപകാരമുണ്ടോ? അതുമില്ല. പിന്നെ എന്ത് കാണിക്കാനാണ് ഈ ചരച്ചുകൊണ്ട് ഗതാഗത മന്ത്രിയാണെന്നും പറഞ്ഞ ആളുകളൊക്കെ ഇരിക്കണേ? ഇതൊന്നും ചോദ്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുകളില്ലാണ്ടായിപ്പോയി, അതിന് നട്ടെല്ലും ഇല്ലാണ്ടായിപ്പോയി. ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി KSRTC തൊട്ട് എല്ലാ വണ്ടികളും പോകും. ബുക്കും പേപ്പറും ഒന്നുമില്ലാണ്ട് ഓടുന്ന പല വണ്ടികളും ഇപ്പോഴും നമ്മുടെ എന്താ പറയുക ഏരിയയിലൂടെ ഓടുന്നുണ്ട്. അതിലെ കുറേ വണ്ടികളൊക്കെ കുറേ ആൾക്കാർ പൊക്കി, ഇപ്പോഴും ഓടുന്ന വണ്ടികളുണ്ട്. അതും പോലീസ് വണ്ടി ആയാലും KSRTC ആയാലും എല്ലാ വണ്ടിയും. അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല. നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവർ അധ്വാനിക്കുന്ന കാര്യത്തിലാണ് ഈ ഗവൺമെൻറ്റിനും ഊറ്റൽ കൂടുതൽ. എന്ത് തന്നെയായാലും ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അറിയാം റോഡ് ശരിയാവുമോ അതോ റോഡ് ഇനി വഞ്ചി ഇട്ട് ഓടിക്കേണ്ടി വരുമോ എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.